ഐസിയുലായിരുന്ന മഹാദേവന്റെ നില അതീവ ഗുരുതരമായിട്ട് തന്നെയായിരുന്നു ദിവസങ്ങളോളം കടന്നുപോയതെങ്കിലും വളരെ പതിയ സാഹചര്യങ്ങളൊക്കെ നിയന്ത്രണ വിധേയമായി കഴിഞ്ഞിരുന്നു. എങ്കിൽ പോലും കുത്തുകൊണ്ടത് നട്ടെല്ലിന് തന്നെ ആയിരുന്നതുകൊണ്ട് മഹാദേവന്റെ അരയ്ക്ക് താഴേക്ക് പൂർണ്ണമായും തളർന്നു പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയൊരിക്കലും അയാൾക്ക് നടക്കാനോ എണീറ്റ് നടക്കാനോ സാധിക്കില്ല എന്ന കാര്യം ഡോക്ടർമാർ ഉറപ്പിച്ചിരുന്നു. പക്ഷേ അയാളുടെ ആ അവസ്ഥ അറിഞ്ഞിട്ട് പോലും ഉത്തരയ്ക്കോ പവിക്കോ കാശിക്കോ ഒന്നും അയാളോട് ഒരല്പം പോലും സഹതാപം തോന്നിയുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രമേൽ അവർക്കൊക്കെ വെറുക്കപ്പെട്ടവനായി മാറിക്കഴിഞ്ഞിരുന്നു അയാൾ അപ്പോഴേക്കും. അതിനിടയിൽ റേപ്പും അതേ തുടർന്നുണ്ടായ വധശ്രമവുമാണ് നടന്നതെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലുകാർ തന്നെ വിവരം പോലീസിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. സ്റ്റേഷനിൽ നിന്നും വിളിച്ചിരുന്നു. താനിന്റെ മൊഴിയെടുക്കാൻ അവിടുന്ന് ആള് വരുമെന്ന് പറഞ്ഞു. കോറിഡോറിലെ കസേരകളിലൊന്നിൽ തലയ്ക്ക് കൈകൊടുത്തിരിക്കുകയായിരുന്ന ഉത്തരയുടെ അരികിലേക്ക് വന്ന മഹാദേവന്റെ പേഴ്സണൽ സെക്രട്ടറിയും മനസാക്ഷി സൂക്ഷിപ്പുകാരനും കൂടിയായ ഗിരിധർ നമ്പ്യാർ പറഞ്ഞു, "നമ്പ്യാരേട്ടാ, എന്റെ മോൻ." ഒരു നിമിഷം കയ്യിൽ ചോര പുരണ്ട കത്തിയുമായി നിൽക്കുന്ന കശ്യപിന്റെ മുഖം മനസ്സിൽ മിന്നിമാഞ്ഞതും ഉത്തര ഒരാന്തലോടെ വിളിച്ചു. കാരണം നഷ്ടങ്ങളുടെ പടുകുഴിയിലാണ് താനിപ്പോൾ നിൽക്കുന്നതെന്നും ഇനി അതിന്റെ കൂടെ കാശിയുടെ കയ്യിൽ വിലങ്ങുകൂടി വീണാൽ അത് കണ്ട് നിൽക്കാനുള്ള ശേഷിയില്ലാതെ താൻ ചങ്കുപൊട്ടി മരിച്ചുപോകുമെന്ന കാര്യത്തിൽ അവർക്ക് സംശയമുണ്ടായിരുന്നില്ല. "ഇങ്ങനെ വിഷമിക്കല്ലേ കൊച്ചേ, ഈശ്വരൻ നമ്മുടെ കൂടുണ്ട് കൊച്ചേ. അതുകൊണ്ടാ ഈ നേരത്ത് ആ പെങ്കൊച്ചിന്റെ സമനില തെറ്റിപ്പോയത്." ചുറ്റും പരതി നോക്കിക്കൊണ്ട് നമ്പ്യാർ പറഞ്ഞത് കേട്ട് അമ്പരപ്പോടെ അയാളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു പോയി ഉത്തര. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നമ്പ്യാരേട്ടാ. അത് രണ്ടുപേരെയും ഒരുമിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നത് കൊണ്ടും ഒരു രക്ഷയ്ക്ക് ആ കൊച്ചാണ് സാറിനെ ഈ നിലയിലാക്കിയതെന്നാണ് ഹോസ്പിറ്റലുകാര് കരുതിയത്. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് സ്റ്റേഷനിലേക്ക് ഇൻഫർമേഷൻ പോയേക്കുന്നതും. അപ്പോ അപ്പോ എന്റെ കാശി, ഇതുവരെ കാശിയുടെ പേര് ഇതിലൊന്നും വന്നിട്ടില്ല. നമ്മളായിട്ട് അതിനിടയാക്കുകയും ചെയ്യരുത്. ഞാൻ പറഞ്ഞത് സാറിന്റെ മൊഴിയും ഇങ്ങനെ തന്നെ ആയിരിക്കണം." അല്ലെങ്കിൽ എന്തോ ഓർത്ത് നമ്പ്യാർ വാക്കുകൾ പാതിയിൽ നിർത്തുമ്പോൾ ഉത്തരയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട മനസ്സിന്റെ താളം പോലും നഷ്ടപ്പെട്ടു പോയ ആ പാവം പെണ്ണിനെ തങ്ങൾക്ക് വേണ്ടി വീണ്ടും ഉപയോഗിക്കുകയാണല്ലോ എന്നോർത്തപ്പോൾ അവളുടെ ഹൃദയം കുറ്റബോധത്താൽ നീറി. "കൊച്ചേ, ഇത് നമ്മളും കൂടി ആ സാധുവിനെ ഉപയോഗിക്കണോ നമ്മളെ നമ്പ്യാരേട്ടാ?" ഉത്തരയുടെ ചോദ്യം കേൾക്കെ നമ്പ്യാർക്കും വേദന തോന്നുന്നുണ്ടായിരുന്നു. "കാശിയെ രക്ഷിക്കാൻ ഇതല്ലാതെ മറ്റൊരു വഴിയും ഇപ്പോ നമ്മുടെ മുന്നിലില്ല കൊച്ചേ. സത്യം പറഞ്ഞാൽ കാശി ശിക്ഷിക്കപ്പെടും. പക്ഷേ ഇന്ദുവിന്റെ കൈകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് വന്നാൽ തൽക്കാലം നമുക്കൊന്നും ഭയക്കാനില്ല. അവൾ നോർമൽ അല്ലാത്തത് കൊണ്ട് തന്നെ അവൾക്ക് ശിക്ഷ കിട്ടാനും പോകുന്നില്ല. അതുകൊണ്ട് നീ സമാധാനമായിട്ടിരിക്കെ." ഉത്തരയെ ആശ്വസിപ്പിക്കും വിധം നമ്പ്യാർ പറഞ്ഞത് കേൾക്കെ അത് തന്നെയാണ് ശരിയെന്ന നിലപാടിലേക്ക് ഉത്തരയും പറിച്ചു നടക്കപ്പെടുകയായിരുന്നു. കാരണം ആ നേരത്ത് അവരൊരമ്മ മാത്രമായിരുന്നു. അകത്തേക്ക് കയറി മഹാദേവനോട് ഇതേക്കുറിച്ച് സംസാരിക്കാൻ ഗിരിധർ ഒരുപാട് നിർബന്ധിച്ചെങ്കിലും ആ ദൗത്യം അദ്ദേഹത്തെ തന്നെ ഏൽപ്പിച്ചിട്ട് ഇന്ദുലേഖയുടെ അരികിലേക്ക് പോവുകയായിരുന്നു ഉത്തര ചെയ്തത്. അവരുടെ ആ പ്രവൃത്തിയിൽ നിന്ന് തന്നെ ഗിരിധർ മനസ്സിലാക്കുകയായിരുന്നു ഉത്തരയെന്ന ഭാര്യ മരിച്ചുവെന്നും ഇപ്പോൾ തന്റെ ഒപ്പമുള്ളത് പവിയുടെയും കാശിയുടെയും അമ്മ മാത്രമാണെന്നും. "എന്നെ വിട്, എന്നെ അഴിച്ചുവിട്. എന്നെ കൊല്ലാനല്ലേ ഇവിടെ ഇട്ടേക്കുന്നത്? ആ, വിടെന്നെ." മുകളിലെ നിലയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ കേൾക്കുന്ന ഹൃദയഭേദകമായ നിലവിളിയിൽ ഉത്തരയുടെ ഹൃദയം പൊള്ളിയടരുക തന്നെയായിരുന്നു. "ഈശ്വരാ, ഈ പാവം പെണ്ണിനോട് ഞാൻ ചെയ്യാൻ പോകുന്നത് ക്രൂരത തന്നെയല്ലേ? ആദ്യം ഭർത്താവിനാൽ, ഇപ്പോൾ മകനായി ബലിയാടാക്കപ്പെടാൻ പോകുന്നു. ഇപ്പോൾ ഇത്രയൊക്കെ അനുഭവിക്കാൻ വേണ്ടി പാപിയാണോ ഈ സാധു പെണ്ണ്?" ആ പെണ്ണിന്റെ നിലവിളി കേട്ട് മുറിക്ക് വെളിയിൽ തകർന്നു നിൽക്കുമ്പോൾ ഉത്തരയുടെ ഹൃദയം സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു. വീണ്ടും അവളുടെ നിലവിളി ഉയർന്നു കേട്ടതും അവർ രണ്ടും കൽപ്പിച്ച് അകത്തേക്ക് കയറിച്ചെന്നു. പക്ഷേ അപ്പോഴേക്കും അവളുടെ കൈത്തണ്ടയിൽ ആഴ്ന്നിരുന്ന സിറിഞ്ചിൽ നിന്നുമുള്ള മെഡിസിൻ അവളുടെ സിരകളിലേക്ക് പാഞ്ഞു കയറി അവളെ മയക്കത്തിലേക്ക് വലിച്ചിട്ടു തുടങ്ങിയിരുന്നു. "അവൻ വരും, എന്നെ വീണ്ടും." ബോധം മറയും മുമ്പ് ആ പെണ്ണിന്റെ അധരങ്ങൾ വിതുമ്പുന്നത് ഉത്തര വേദനയോടെ കണ്ടു നിന്നു. അപ്പോഴേക്കും ഇന്ദുലേഖ പൂർണ്ണമായും അബോധാവസ്ഥയിലേക്ക് വീണുപോയിരുന്നു. "ചേച്ചിയോട് പുറത്തേക്ക് മോളെ. എന്റെ കാശിക്ക് വേണ്ടി ഇപ്പൊ നിന്നെ കണ്ടില്ലെന്ന് നടിക്കാനേ ഈ ചേച്ചിക്ക് പറ്റൂ. എല്ലാം എനിക്ക് നഷ്ടമായി. ഇനി എന്റെ കുഞ്ഞിനെ കൂടി കൈവിട്ട് കളയാൻ വയ്യടി എനിക്ക്. അവനെ എനിക്ക് വേണം. നീ ഈ ചേച്ചിയോട് പൊറുക്കണേ മോളെ." ബോധം മറഞ്ഞു കിടക്കുന്ന ആ പെണ്ണിന്റെ കാലുകളിൽ ചുറ്റിപ്പിടിച്ച് ചങ്കു പൊട്ടുന്ന വേദനയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉത്തരയുടെ ഹൃദയം വിതുമ്പി. പക്ഷേ അപ്പോഴും അതൊന്നും അറിയാതെ തളർന്നുറങ്ങുകയായിരുന്നു ആ പാവം പെണ്ണ്. നമ്പ്യാർ അകത്തേക്ക് കയറുമ്പോൾ ബെഡിൽ ആലോചനയോടെ കിടന്നിരുന്ന മഹാദേവൻ അയാളെ ഒന്ന് പാളി നോക്കി. ഇരുവരുടെയും നോട്ടമിടഞ്ഞതും
സ്വയം ഒരു അവജ്ഞ തോന്നിയ മഹാദേവൻ പെട്ടെന്ന് തന്നെ നോട്ടം മറ്റെവിടേക്കോ മാറ്റി. സാർ, ഉത്തരയിൽ നിന്നും നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞതോടെ മഹാദേവൻ എന്ന വിഗ്രഹം ഉള്ളിൽ ഉടഞ്ഞു വീണിരുന്നെങ്കിലും അതൊന്നും പുറമേ കാണിക്കാതെ അയാൾ വിളിച്ചു. പറ്റിപ്പോയടോ. ഇന്ദുവിനെക്കുറിച്ച് ഞാൻ ഒരിക്കലും മനസ്സിൽ പോലും ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ലടോ. പക്ഷേ ഉള്ളിലുണ്ടായിരുന്ന ലഹരിയുടെ പുറത്ത് നിറകണ്ണുകളോടെ തന്നെ നോക്കിക്കിടന്നു പറയുന്ന അയാളെ നോക്കി നിൽക്കുമ്പോൾ നമ്പ്യാർക്കും വേദന തോന്നിയിരുന്നു. കാരണം അയാൾ അറിഞ്ഞിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള മഹാദേവൻ ഒരിക്കലും ഒരു കൊച്ചു പെൺകുട്ടിയോട് ഇങ്ങനെയൊന്നും പെരുമാറുന്നത് പോയിട്ട് ചിന്തിക്കുന്നത് പോലും സാധ്യമായിരുന്നില്ല. എന്നിട്ടും ആ ആളിൽ നിന്നുമാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നതെന്ന് ഓർത്തപ്പോൾ അയാൾക്ക് വല്ലാത്ത വേദന തോന്നി. ഇന്ദു? ഗിരിധരന്റെ മുഖത്തേക്ക് നോക്കി ആ പെണ്ണിനെക്കുറിച്ച് ചോദിക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ലെങ്കിൽ കൂടി ചോദിക്കാതിരിക്കാൻ അയാൾക്ക് കഴിയുമായിരുന്നില്ല. ഐസിയുവിൽ നിന്നൊക്കെ മാറ്റി, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്പ്യാരെന്തോ പറയാൻ ബുദ്ധിമുട്ടുന്നത് പോലെ തോന്നിയപ്പോൾ മഹാദേവന്റെ നെഞ്ചിലൊരു വെള്ളിടി വെട്ടി. അരുതാത്തതെന്തോ കേൾക്കാൻ പോകുവാണോ എന്ന ഭയത്താൽ അയാളുടെ കണ്ണുകൾ വികസിച്ചു വന്നു. ആ കുട്ടിയുടെ മാനസിക ആരെയും തിരിച്ചറിയുന്നുമില്ല. ഭയങ്കര നിലവിളിയും ബഹളവുമാ. ബോധം വരുമ്പോ സെഡേറ്റീവ് കൊടുത്തോണ്ടിരിക്കുക, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. നമ്പ്യാർ പറഞ്ഞത് കേൾക്കെ ചങ്കിൽ എന്തോ കൊളുത്തി വലിക്കും പോലെ തോന്നി മഹാദേവന്. ചെയ്തുപോയ തെറ്റിന്റെ ആഴം അയാളുടെ ഹൃദയത്തെ അത്രമേൽ വ്രണപ്പെടുത്തിക്കൊണ്ടിരുന്നു. മഹാദേവന്റെ അപ്പോഴത്തെ അവസ്ഥ മനസ്സിലായില്ലെങ്കിൽ കൂടിയും പറയാൻ വന്നതൊക്കെ പറയുക തന്നെ വേണമെന്ന ചിന്തയിൽ നമ്പ്യാർ തുടർന്നു. സാർ, ഇനി എന്താടോ? കേസായിട്ടുണ്ട്. പക്ഷേ എല്ലാവരും കരുതിയിരിക്കുന്നത് സ്വയരക്ഷയ്ക്ക് വേണ്ടി ഇന്ദുവാണ് സാറിനെ കുത്തിയതെന്നാണ്. അല്ലാതെ കാശിയാണ് ഇതിന്റെ പിന്നിലെന്ന് ആരും അറിഞ്ഞിട്ടില്ല. ഇന്ന് പോലീസ് വരുമെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോ നമ്പ്യാർ പാതി വഴിയിൽ നിർത്തിയത് കണ്ട് മഹാദേവൻ വേദനയോടൊന്ന് പുഞ്ചിരിച്ചു. ഉത്തര എന്റെ മുന്നിലേക്ക് വരില്ലായിരിക്കും. അതുകൊണ്ട് താൻ അവളോട് പറഞ്ഞേക്ക്. കാരണം ഞാൻ ചെയ്തുപോയ തെറ്റിന്റെ ബാക്കി പോലെ എന്റെ മോനെ കൂടി പൊരുതി കൊടുക്കാൻ ഞാൻ നോക്കില്ല. അവൻ ചെയ്തത് തന്നെയാടോ ശരി. അയാൾ വേദനയോടെ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും നുള്ള പശ്ചാത്താപമെന്ന പോലെ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. സാർ? മകേഷിന്റെ വിളിയായിരുന്നു ആ നേരം വരെ ഓർമ്മകളിൽ മുങ്ങിത്താണുകൊണ്ടിരുന്ന മഹാദേവനെ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. ദാ സാർ വെള്ളം. കയ്യിലിരുന്ന ഗ്ലാസ്സിലെ ചൂടുവെള്ളം അയാൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞതും അവന് മുഖം കൊടുക്കാതെ മഹാദേവൻ വെള്ളം വാങ്ങി അല്പാൽപമായി കുടിച്ചു. പക്ഷെ അപ്പോഴും ഒരച്ഛന്റെ ആദിയോടെ ആ മനുഷ്യന്റെ മനസ്സ് മുഴുവൻ അവൻ തന്റെ മക്കളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു. സമയം വെളുപ്പിനോടടുത്തിരുന്നുവെങ്കിലും അപ്പോഴും ഒരുപോള കണ്ണടയ്ക്കാതെ ആലോചനയിൽ മുഴുകി കിടക്കുകയായിരുന്നു നിതാര. അവളുടെ മനസ്സിലൂടെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരേ സമയം ഒരു വശത്ത് വിശ്വനാഥിനു വേണ്ടിയും മറുവശത്ത് കശ്യപിനു വേണ്ടിയും അവളുടെ ഹൃദയം അവളോട് തന്നെ വാദിച്ചുകൊണ്ടേയിരുന്നു. കാരണം വ്യക്തമല്ലെങ്കിൽ പോലും ഇത്രയും നാളിനോടിടയ്ക്ക് ആദ്യമായി അവന്റെ ഉണ്ടെന്ന് അവളുടെ മനസാക്ഷി അവളോട് ആണയിട്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്തുകൊണ്ടോ സ്വയം അറിയാതെ കൈകൾ കഴുത്തിലേക്ക് ഇഴയുന്നതും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം തന്നിലുണ്ടായ ആ ചെറുലോകം ഇപ്പോഴവിടെയില്ലെന്നുള്ള തിരിച്ചറിവിൽ മനസ്സ് നിലറിഞ്ഞു. കാരണം പോലും അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഏറെ നേരത്തിനൊടുവിൽ ഉറങ്ങണമെന്ന വാശിയോടെ കണ്ണുകൾ മുറുകെ അടച്ചു കിടക്കുമ്പോൾ തനിക്ക് ചുറ്റും സംഭവിച്ച കാര്യങ്ങളുടെയെല്ലാം കല്ലും നെല്ലും തിരിക്കണമെന്ന് അവൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ കൃത്യം 10 മണിക്ക് തന്നെ സിദ്ധുവിന്റെ കാർ ക്രിസ്റ്റൽ എത്തി. പുതിയ MD ചാർജ് എടുക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ അപ്പോഴേക്കും സ്റ്റാഫുകൾ മുഴുവനും അവനെ വെൽക്കം ചെയ്യാനായി പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വെൽക്കം സാർ. സിദ്ധു കാറിൽ നിന്ന് ഇറങ്ങിയത് മുന്നോട്ട് വന്ന അൻവർ അവന് ബുക്കെ കൊടുത്തുകൊണ്ട് പറഞ്ഞു. താങ്ക് യു. സിന്ധു പുഞ്ചിരിയോടെ അവനൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നു. കാശി? സോറി, കശ്യപ് വിളിച്ചെല്ലാം പറഞ്ഞിട്ടില്ലേ അൻവർ? യേസ് സാർ. ഓക്കെ. അപ്പോൾ തൽക്കാലം എല്ലാവരുടെയും ജോലി നടക്കട്ടെ. പിന്നെ എൻ്റെ പേഴ്സണൽ സെക്രട്ടറി പോസ്റ്റിലേക്ക് എനിക്കൊരാളെ വേണം. അതാര് വേണമെന്ന് നിങ്ങളുടെയൊക്കെ ബയോഡേറ്റ ചെക്ക് ചെയ്തിട്ട് ഞാൻ അറിയിക്കാം. അപ്പോൾ ഓക്കെ. ഹാവ് എ ഗ്രേറ്റ് ഡേ. എല്ലാവരോടുമായി പുഞ്ചിരിയോടെ പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് MDയുടെ ക്യാബിനിലേക്ക് കയറിപ്പോയി. സ്റ്റാഫുകളെല്ലാം അവരവരുടെ സീറ്റിലേക്കും. ക്യാബിനിലെത്തി സീറ്റിലേക്കിരുന്ന ഉടനെ തന്നെ സിദ്ധു കശ്യപിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷം അവൻ തന്റെ ലാപ്ടോപ്പിലേക്ക് നോക്കിയിരിക്കുമ്പോഴായിരുന്നു ഡോർ തുറന്ന ആരോ അകത്തേക്ക് വന്നത്. തനിക്കെന്താടോ, മാനേഴ്സ് എന്നൊന്നില്ലേ? ഒരാളുടെ മുറിയിലേക്ക്, അതും കമ്പനി MDയുടെ മുറിയിലേക്ക് കയറി വരുന്നത് ഇങ്ങനെയാണോ? മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ തുറച്ചു നോക്കിക്കൊണ്ട് അല്പം ദേഷ്യഭാവത്തിൽ തന്നെയായിരുന്നു സിദ്ധുവിന്റെ ചോദ്യം. സോറി സാർ, ഞാൻ സാറിന് എന്തെങ്കിലും വേണമെന്നറിയാൻ വന്നതാ. അതിന് ഞാനിതുവരെ
എൻ്റെ അസിസ്റ്റന്റ് ആരായിരിക്കണമെന്ന് തീരുമാനിച്ചിട്ട് പോലുമില്ല മിസ് ആലിയ. പിന്നെ താനെന്തിനാ ഇങ്ങനെ എൻ്റെ കാര്യത്തിൽ ബോധേഡാകുന്നത്? പുരികം ചുളിച്ചുകൊണ്ടുള്ള സിദ്ധുവിൻ്റെ ആ ചോദ്യം കൂടിയായപ്പോഴേക്കും മുന്നിൽ നിന്നവളുടെ ക്ഷമ പൂർണ്ണമായി നശിച്ചിരുന്നു. ഓഹോ, അപ്പോ എൻ്റെ അസിസ്റ്റന്റ് ആയാൽ മാത്രമേ തൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റൂ അല്ലേടോ അലവലാതി. പല്ലും കടിച്ച് ചവിട്ടിക്കുലുക്കി മുന്നോട്ട് വന്നവളുടെ ഉദ്ദേശം എന്താണെന്ന് സിദ്ധു മനസ്സിലാക്കും മുമ്പ് തന്നെ അവൾ പാഞ്ഞു വന്നവൻ്റെ മടിയിലേക്ക് കയറിയിരുന്നവൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചിരുന്നു. ഡി, മിണ്ടാതിരിയടാ അവിടൊക്കെ. നിന്റെ അടുത്തോട്ട് വരാൻ ഞാൻ അനുവാദം വാങ്ങണമല്ലേ? പറഞ്ഞതും അവളുടെ പല്ലുകൾ ആഴത്തിൽ തന്നെ അവൻ്റെ കഴുത്തിൽ പതിഞ്ഞിരുന്നു. അയ്യോ, വിടടി എന്നെ, ഞാൻ ചുമ്മാ പറഞ്ഞതാടി, കടിക്കല്ലേ. ഇരു കൈകൊണ്ടും അവളെ ചുറ്റിപ്പിടിച്ച് സിദ്ധു അമർത്തി പിടിച്ചലറിക്കൊണ്ട് അവളുടെ മുഖം പിടിച്ചുയർത്തു. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നെ ഓർമ്മ വന്നോ സിദ്ധാർത്ഥ് സാറിന്? കണ്ണുരുട്ടി പുരികം വളച്ചിരുന്നു കൊണ്ട് ചോദിക്കുന്നവളെ നോക്കി സിദ്ധു ദയനീയമായി മൂളി. എന്നാ പറ, ആരാടോ ഞാൻ? നീ ആരാണെന്ന് നിനക്കറിഞ്ഞൂടെ? എക്സ് മിലിറ്ററി സേവിയർ അലക്സിന്റെ വിത്ത് ആലിയ സേവിയർ. ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് സിദ്ധു പറഞ്ഞത് കേട്ടപ്പോൾ ആലിയയുടെ മുഖം കൂടുതൽ വേർത്തു. തന്നോട് ഞാൻ എൻ്റെ അപ്പൻ്റെ പേരല്ല ചോദിച്ചത്, ഞാൻ തൻ്റെ ആരാണെന്നാ. ഓ, അതായിരുന്നോ? അതിപ്പോ ഇത്ര പറയാൻ എന്തുവാ? എൻ്റെ സ്റ്റാഫ്. ഓഹോ, അത്രയുള്ളോ? അപ്പോ ശരി, ഞാൻ പോയേക്കാം. അവൻ തന്നെ മനഃപൂർവ്വം വട്ടാക്കുവാണെന്ന് മനസ്സിലായതും തന്നെ ചുറ്റിപ്പിടിച്ചിരുന്ന സിദ്ധുവിൻ്റെ കൈകൾ കുടഞ്ഞെറിഞ്ഞവൻ്റെ മടിയിൽ നിന്നും ചാടി എണീറ്റ് പുറത്തേക്ക് പായാൻ തുടങ്ങിയവളുടെ കണ്ണുകൾ നിറയാൻ വെമ്പിയിരുന്നു. പക്ഷേ വാതിലിനടുത്തേക്ക് നടന്നവൾ ലക്ഷ്യത്തിലെത്തും മുമ്പ് തന്നെ സിദ്ധുവിൻ്റെ കൈക്കുള്ളിലകപ്പെട്ട് കഴിഞ്ഞിരുന്നു. ആ, അങ്ങനെ അങ്ങ് പോയാലോ? വിട്, ഞാൻ നിങ്ങൾക്ക് വെറും സ്റ്റാഫ് മാത്രമല്ലയോ, പിന്നെ എന്നാത്തിനാ എന്നെ പിടിച്ചു വച്ചേക്കുന്നേ? ദേഷ്യവും സങ്കടവും കൊണ്ട് ചുവന്നുപോയ ആ പെണ്ണിൻ്റെ മൂക്കിൻ തുമ്പിലേക്ക് നോക്കി നിൽക്കുമ്പോൾ സിദ്ധുവിൻ്റെ ഉള്ളം അവളോടുള്ള പ്രണയത്താൽ നിറഞ്ഞു പോയിരുന്നു. നീ എൻ്റെ സ്റ്റാഫ് മാത്രമാണോടി പൊട്ടിക്കാളി? ഈ സിദ്ധാർത്ഥിൻ്റെ പ്രാണൻ തന്നെ എൻ്റെ ഈ നസ്രാണി പെണ്ണല്ലേ? അവൾക്കെതിർക്കാൻ കഴിയും മുമ്പ് തന്നെ അവൻ കുനിഞ്ഞവളുടെ അധരങ്ങളെ ഗാഢമായി ചുംബിച്ചിരുന്നു, അത്രമേൽ പ്രണയത്തോടെ. അവൻ ആഞ്ഞു പിടിച്ച് ഉമ്മിച്ചോണ്ടിരിക്കുന്നതാണ് ആലിയ സേവിയർ എന്ന ലിയ, സിദ്ധുവിൻ്റെ മാത്രം ആലി. രണ്ടും കൂടെയുള്ള ഈ തല്ലും പിടിയും പ്രേമവും ഒക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ വർഷം 3 ആകുന്നു. എങ്കിലും ഇങ്ങനെയൊരു ബന്ധത്തെക്കുറിച്ച് ഇരുവരുടെയും വീട്ടുകാർക്കൊന്നും തന്നെ അറിയില്ല. ലിയയുടെ പഠിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ അല്പം കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ കൂടി അവളെ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ കയറ്റിയത് സിദ്ധു തന്നെയാണ്. മുമ്പേ ഓഫീസിലേക്ക് മാറിയപ്പോൾ അവളെയും ഒപ്പം കൂട്ടാനാവുന്ന പണിയൊക്കെ പാവം നോക്കിയെങ്കിലും അവൾക്ക് പറ്റിയ പോസ്റ്റൊന്നും അവിടെ ഒഴിവില്ലാത്തത് കൊണ്ട് മാത്രം പാവങ്ങൾ രണ്ടിടത്തിരുന്നുകൊണ്ട് പ്രേമിക്കുമായിരുന്നു ഇതുവരെ. ഇപ്പോൾ പെട്ടെന്ന് അവിടേക്ക് വരാൻ കശ്യപ് പറഞ്ഞപ്പോൾ സത്യത്തിൽ ലോട്ടറി അടിച്ച സന്തോഷത്തിലായിരുന്നു സിദ്ധു. ടേബിളിരുന്ന ഫോൺ റിങ് ചെയ്തത് കേട്ടുകൊണ്ടായിരുന്നു സിദ്ധു മനസ്സില്ലാ മനസ്സോടെ അവളുടെ ചുണ്ടുകളിൽ നിന്നും അകന്നു മാറിയത്. ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പവിയേട്ടൻ എന്ന പേര് കണ്ടതും അവൻ്റെ മുഖം മാറി. കശ്യപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയിലേക്ക് വന്നതും ആ കോൾ എടുക്കാൻ പോലും തോന്നാതെ അവൻ ഫോൺ തിരികെ ടേബിളിലേക്ക് തന്നെ വച്ചിട്ട് ചെയറിലേക്ക് ചെന്നിരുന്നു.